ഹലോ ഗൈസ്, അപ്പോൾ അതെ നിങ്ങൾക്ക് ചുറ്റുപാടൊക്കെ കാണുമ്പോൾ മനസ്സിലായി കാണും രാത്രിയാണ്. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ലുലുവിൽ കൊട്ടിയത്ത് 50% ഓഫ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊന്ന് പോയി കാണാമെന്ന് വെച്ചതാ. ജംഗ്ഷൻ എത്തിയപ്പോഴേ നല്ല തിരക്ക്, അകത്തോട്ട് കയറാൻ പോലും വയ്യ ഡ്രീംസ് മോളിൻ്റെ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളെല്ലാം ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ സമയത്തിൻ്റെ കാര്യമാണ് പ്രധാനം. സമയം ഏകദേശം രാത്രി 11 മണിയായിരുന്നു. 2 മണി വരെയാണ് അവർ പറഞ്ഞേക്കുന്ന ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്ന ടൈം. നിങ്ങൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോവുകയാണെങ്കിൽ പാർക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. റോഡ് സൈഡിൽ ഫുള്ള് വണ്ടികളായിരിക്കും. പിന്നെ നിങ്ങൾ ദൂരെയൊക്കെ കൊണ്ടിട്ട് നടന്ന് വരേണ്ടി വരും. ഒന്നെങ്കിൽ രാവിലെ നേരത്തെ പോവുക, അല്ലെങ്കിൽ രാത്രി കുറച്ച് ലേറ്റായിട്ട് പോവുക. അതുമല്ല, ഇടസമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ലടിക്കാൻ തന്നെ മിനിമം ഒരു 1 ഹവറെങ്കിലും ക്യൂവിൽ നിൽക്കണം. അങ്ങനെ നമ്മളിതാ നിങ്ങൾക്ക് ആ തിരക്കൊക്കെ കാണാമല്ലോ. നമ്മൾ സൈഡിൽ കൂടെ ബൈക്കിൻ്റെ പാർക്കിങ്ങിലോട്ട് നേരെ കയറി ചെന്നു. നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഇത്ര കൂളായിട്ട് കയറി പോകുന്നത്. പിന്നെ അതെ ഈ സൈഡിലൊക്കെ ഇപ്പോൾ ബൈക്ക് വയ്ക്കാൻ അലോ ചെയ്യുന്നുണ്ട്. കാരണം അകത്തെല്ലാം ഫുള്ള് നല്ല പാർക്കിംഗ് കൺജഷൻ ഉണ്ട്. അങ്ങനെ അകത്ത് കയറി സ്ഥിതിക്ക് ഇനി അടുത്ത പണി പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കുന്നതാണ്. കുറച്ചെങ്കിലും ആള് കുറവുണ്ടാവും വിചാരിച്ചാണ് രാത്രി 11 മണിക്ക് ഇറങ്ങിയത്. അപ്പോഴും ഒരു രക്ഷയില്ല അല്ലേ. ഇതാ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ലുലുവിൻ്റെ ആ ഒരു ബോർഡൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കുമുണ്ട്. രാവിലെയൊക്കെ വന്നാൽ ഇവിടെ നമുക്ക് കുറച്ച് പ്രതിമയൊക്കെ കാണാം. നമ്മുടെ രമണൻ്റെ ആ ഒരു ഫിഗറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മളിതാ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളൊരു കവർ ഉണ്ടായിരുന്നു, നമ്മൾ സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് തന്നെ വന്നതാണ്, ചുമ്മാ കറങ്ങി പോകാനല്ല. അങ്ങനെ ആ കവർ നമുക്കിവിടെ ടാഗ് ചെയ്യണം. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇനി സാധനമൊക്കെ ഇതിനകത്ത് പറക്കിക്കൊണ്ടിട്ട് പോകാതിരിക്കാനായിരിക്കും. അങ്ങനെ നമ്മളതൊരു ചേട്ടനെ കൊടുത്ത് ടാഗ് ചെയ്തു. ചില പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനും ക്യൂ ആയിരിക്കും. അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഒരു ട്രോളിയൊക്കെ എടുത്തു. കഴിഞ്ഞ വട്ടം എനിക്ക് ഓർമ്മയുണ്ട്, ഈ ട്രോളി ഒന്നും കിട്ടാൻ പോലും ഇല്ലായിരുന്നു മുമ്പത്തെ ആ 50% ഓഫ് സെയിലിന്. ഇതേ കണ്ടില്ലേ, നമ്മൾ എടുക്കാൻ പോയപ്പോൾ ഒരു അപ്പൂപ്പൻ എടുത്തുകൊണ്ട് വന്നു. പക്ഷേ ആവശ്യത്തിന് ട്രോളി വേണോട് നമ്മൾ അവിടെ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് സമയമുണ്ട്. അങ്ങനെ നമ്മളിതാ ഒരെണ്ണം എടുത്ത് നേരെ അകത്തോട്ട് ചെന്നു. അകത്തെ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടി. നല്ല തിരക്ക്. നമ്മൾ സാധാരണ ഇവിടെ ലുലുവിലൊക്കെ വരുന്നതാണ്, പക്ഷേ ഈ ഒരു ഓഫർ വരുമ്പോഴാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. നോക്കിക്കേ, നടന്നു പോകാൻ പോലും മര്യാദയ്ക്ക് സ്ഥലമില്ല. ഇത് ഒരു 11 മണി കഴിഞ്ഞുള്ള കാഴ്ചയാണെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ അവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലം കാണില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ബ്രോസ്റ്റഡും ഒരു 2 ഷവർമയും വാങ്ങി. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ചില സ്ഥലത്താണ് ഈ ആള് തിരക്ക് കൂടുതൽ. കാരണം അവിടെ നല്ല ഓഫുള്ള ഐറ്റംസ് ആയിരിക്കും. നമ്മൾ കയറി വരുന്നിടത്തെല്ലാമാണ് കൂടുതൽ ഓഫ് വരുന്നത്. കൂടുതലും എന്താ പറയുക, നമ്മുടെ ഈ സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ഈ ബിസ്ക്കറ്റ്, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള അരി, മാവ്, അങ്ങനത്തെ ഐറ്റംസിനൊക്കെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു. അങ്ങനെ അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി. നമ്മൾ തണ്ണിമത്തൻ്റെ വെയിറ്റ് നോക്കില്ലായിരുന്നു. അത് പോയി വീണ്ടും ബില്ല് ചെയ്യാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വേറെ ആരുടെ കൂടെ അടിച്ച് കയറ്റി. പിന്നെ നമ്മൾ അവർക്ക് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുത്തു. കൂടുതൽ നമ്മൾ ലുലുവായിട്ട് സംസാരിക്കാൻ നിന്നില്ല, കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ ലുലു കണക്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെന്ന് അറിയാൻ കയറിയതാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങണമെന്നില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രോളി അവിടെ സൈഡിൽ വെച്ചിട്ട് നമ്മളത് അകത്തോട്ട് കയറി. ട്രോളിയും കൊണ്ട് അകത്ത് കയറാൻ സമ്മതിക്കില്ല നമ്മുടെ സാധനമൊക്കെ ആയിട്ട്. അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങളെ കണ്ടത്. സമയം ഏകദേശം 1:30 അപ്പോഴും കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ലുലുന്ന് ആ സാധനമൊക്കെ മേടിച്ചിറങ്ങി. എങ്കിൽ പിന്നെ ശരി എന്നാ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. സമയം ഏകദേശം 1:30. ഞങ്ങൾ പോയി കിടന്ന് തുടങ്ങട്ടെ.